എങ്ങനെ സുഖമില്ലാതെ കടന്നാലും വേണ്ടില്ല, തീറ്റയ്ക്കൊരു മുട്ടുണ്ടാകരുത്. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പൊതുവേ നമ്മളെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണ്. ചൂടപ്പം പോലത്തെ വീഡിയോസ് അല്ല കേട്ടോ. നമ്മൾ ആ ഒരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പിറ്റേന്നെടുത്ത വീഡിയോസാണിത്. അങ്ങനെ ഇതാക്കണം. ഞാൻ രാവിലെ തന്നെ നീച്ച് പല്ലൊക്കെ തേച്ച് എൻ്റെ അടുക്കളത്തെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ചായക്ക് ഇന്ന് ആ ചക്കരക്കിഴങ്ങും ചായയാണ്, നല്ല കട്ടൻ ചായയും നല്ല ഉസാറും ചക്കരക്കിഴങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ ചക്കരക്കിഴങ്ങും ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ആടി തൂങ്ങി ഇരുന്നിട്ട് കാര്യമില്ല, അങ്ങനെ ഇരുന്ന് പോയാലുണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് ഇരുന്നോ കയറുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്കേടാണല്ലോ എന്ന് ചിന്തിച്ച് കാടങ്ങോട്ട് കയറും കേട്ടോ. അപ്പം അത് വേണ്ട. അപ്പം ഞാൻ വേഗം ഇങ്ങോട്ട് നീച്ചിട്ട് ഞാൻ ഒരു മീൻ നന്നാക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ മീൻ എടുത്ത് വെച്ചെന്നല്ലോ, അന്ന് കുറച്ച് തോനെ മീൻ വാങ്ങിയപ്പോൾ സൂത നമ്മൾ കറി വെച്ചു. അപ്പോൾ ഇന്ന് ഇതാക്കണം മത്തി വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കണം. മത്തിയാണെങ്കിൽ കുഞ്ഞ മത്തിയാണ്. അപ്പോൾ അതൊന്ന് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതാക്കണേ കുറച്ച് ചേമ്പിൻ്റെ തള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേമ്പിൻ തള്ള കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തുള്ള. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൂള വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പൂളയും അതേപോലെ തന്നെ നമുക്ക് മത്തിക്കറിയാണ് ഇന്ന് വെക്കാനുള്ളത്. അപ്പോൾ തല അങ്ങനെ പൊന്തണമൊന്നുമില്ല, എന്നാലും നമുക്ക് തിന്നാതെക്കാൻ പറ്റില്ലല്ലോ. പൂതി വന്നാൽ പിന്നെ എന്താ ചെയ്യുക. അപ്പോൾ മക്കളൊക്കെ ഇന്ന് ഇവിടെ ഉണ്ട്, അപ്പോൾ ഓൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ മത്തിക്കറിയും പൂളയും കൂട്ടാൻ റെഡി ആണെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. ഞാൻ രണ്ട് റെസിപ്പിയൊന്നും കാട്ടണില്ല, നിങ്ങളെ കൊണ്ട് പേടിക്കേണ്ട. ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്, അതാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. അങ്ങനെ എൻ്റെ പരിപാടികൾ ഓരോന്നായിട്ട് ഞാൻ നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, മക്കളെ പരിപാടികൾ ഓലും നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ആ ഒരു പിറ്റേന്ന് ദിവസം ഒന്നും ഇങ്ങനെ തല വല്ലാതെ അങ്ങോട്ട് കുമ്പിടാൻ കഴിയില്ലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഛർദി വരുന്നുണ്ടായിരുന്നു, നല്ലപോലെ ഛർദി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വല്ലാതെ കുമ്പിടാനൊന്നും കഴിയില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ആ ഒരു രീതിക്ക് അങ്ങനെ പണി എടുക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മളല്ലാതെ ഇവിടെ ആരും എടുക്കാനില്ലല്ലോ, മക്കളെല്ലാം ചെറുതല്ലേ. അപ്പോൾ ചെറുതെന്ന് പറഞ്ഞത് വേറൊരു അർത്ഥത്തിലല്ല കേട്ടോ. നമുക്ക് നമ്മളെ കുട്ടികളെ എപ്പോഴും ചെറുതേക്കാറില്ലേ, ഒന്നും ഉടുപ്പിക്കാതൊക്കെ അങ്ങനെ. ഇന്നൊക്കെ അങ്ങനെ കേട്ടോ വളർത്തിയത്, എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് വളർത്തിയത്. അടിച്ചു വരിക്കുക അല്ലെങ്കിൽ പാത്രം കഴുകിക്കുക അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ സ്വയം അങ്ങനെ എടുത്ത് അങ്ങനെ പഠിച്ചേക്കാട്ടോ. പഠിച്ചതും പറഞ്ഞത് നമ്മൾ കെട്ടിച്ച് കഴിഞ്ഞേരെയാണ് ഈ പഠിപ്പൊക്കെ പഠിച്ചത്. വെച്ചുണ്ടാക്കാനും പാത്രം കഴുകാനും അടിക്കാനും തുടക്കാനും ഒക്കെ നമ്മളിവിടെ വന്നിട്ടാണ് കേട്ടോ പഠിച്ചത്. കൂടുതലായിട്ട് പഠിച്ചത് ഇവിടെ തന്നെയാണ്. പിന്നെ തുടക്കാനും നമ്മളെ പെരയിലില്ലേന്നല്ലോ, ചാണകം തടിച്ചില്ലേ പെരയില്ലേന്ന്. അതുകൊണ്ട് തന്നെ അവിടെ തുടക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഏതെങ്കിലും ഒരു ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോൾ ചാണകം ഇങ്ങോട്ട് തളിച്ചു അതിങ്ങനെ കണ്ടിരിക്കണമെന്നല്ലാതെ നമുക്ക് തുടച്ചിട്ടില്ല പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു വീട്ടിൽ, നമ്മൾ സ്വന്തം ഈ പുതിയൊരു വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഒരു ടൈൽസ് ഇട്ടതും തുടക്കലൊക്കെ. അല്ലെങ്കിൽ വാടക വീട്ടിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വാടക വീട്ടിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ ഈ കണ്ടം വെച്ച കോട്ട് പോലെയെന്നു കേട്ടോ. അവിടുത്തെ ഷീറ്റ് അവിടെ ഇവിടെയൊക്കെ കീറി പിന്നെ ആണി അടിച്ച് പശ കയറ്റി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വല്ല കുഴപ്പമൊന്നും അതിൽ തുടച്ചിട്ടില്ലായിരുന്നു. പിന്നെ രണ്ട് മക്കളെയും കൊണ്ട്, ചെറിയ മക്കളെയും കൊണ്ടല്ലേ യുദ്ധം ചെയ്യണമൊക്കെ. പിന്നെ പോരാത്തതിന് നമുക്ക് വീട് പണിയും കാര്യങ്ങളും. അപ്പോൾ പറയുമ്പോൾ അവിടെ എത്തിയും ചോദിച്ചാൽ ഏതോ 2006, 2007, 2008 വർത്തമാനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഓർത്ത് കൊണ്ട് പോരുന്നത് കേട്ടോ. നമ്മളൊന്നും മറക്കൂലല്ലോ, നമ്മളെ കഷ്ടപ്പെട്ട വഴികളൊന്നും നമ്മൾ മറക്കൂല കേട്ടോ. മറക്കും ചെയ്യരുത്. അങ്ങനെ ഇതാക്കണം. ഇന്നത്തെ പരിപാടി അറിയണം ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കാന്നാണ്. ഈ കൂട്ടാൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്നലെ നമുക്ക് കൂട്ടാൻ തന്നെയുണ്ട് വീഡിയോ, അത് ഇന്നാളെടുത്ത വീഡിയോസ് ആയിരുന്നു. അപ്പോൾ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറവാണ്. ഒക്കെ വന്നോളൂല്ലേ, ഒക്കെ നല്ല ഉഷടപടയാറുണ്ട്. അടിച്ച് കയറി വാ മോനെന്നും പറഞ്ഞെടുക്ക് വന്നോളും. അതൊന്നും ഒരു വിഷയമല്ല. കാരണം നമുക്ക് ഇത് 3 കൊല്ലം നമ്മൾ കടിച്ച് പിടിച്ച്, 4ാം കൊല്ലമാണിത് കടിച്ച് പിടിച്ച് നിന്നില്ലേ, നമ്മൾ എങ്ങോട്ടും എത്തിയിട്ടൊന്നുമില്ല. അതാക്കണം. ഇപ്പോഴും 13,000 ഉണ്ട് കേട്ടോ. അത് ചെറുതെന്ന് ഞാൻ പറയണില്ല, 13,000 ആൾക്കാർ നമുക്കുണ്ട്. എന്നാലും എൻ്റെ മുന്നേ തുടങ്ങിയതും എൻ്റെ ബാക്ക് തുടങ്ങിയാലൊക്കെ എൻ്റെ കടന്ന് അങ്ങ് തലക്കിലെത്തി. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിക്കൊരു ഇടങ്ങേറുണ്ട്, വല്ലാത്തൊരു ഇടങ്ങേറുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ജോലിയാണെങ്കിൽ, ഈ സോഷ്യൽ മീഡിയ എന്നല്ലാത്തൊരു വേറെ ജോലിയാണെങ്കിൽ നമുക്കും കിട്ടിയിരുന്നില്ല ഈ സ്ഥാനക്കയറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് ആ ഒരു ഇതിൽ തിളങ്ങുമ്പോൾ കിട്ടിയെന്ന് കേട്ടോ. പക്ഷേ ഇതിലാവുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം, അതിൻ്റെക്കാട്ടിലും കഷ്ടപ്പെടണം എന്ന് തോന്നുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇതാകണ തലയിൽ കൂടെ വരച്ചൊരു വരണ്ടല്ലോ, അത് ഇതാകണ നന്നായി വരണം, അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇന്നലെ ഷീബാവാസു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി എന്നുണ്ട് നമുക്ക് ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ മതിയോ, നമുക്ക് വേഗം അങ്ങോട്ട് തലക്കെത്തണ്ടേ, വലിയ ഉയരത്തിൽ എത്തണ്ടേന്ന് കമൻറ്റ് ഇട്ടതിനനുസരിച്ചിട്ടാണ് പോയി പറയുന്നത് കേട്ടോ. സങ്കടമുണ്ട്, നല്ല പോലെ സങ്കടമുണ്ട്. എല്ലാവരും കയറി പോകുമ്പോൾ ഞാൻ ആ ഇരുന്നിടത്ത് തന്നെ അനങ്ങാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എന്താ കേട്ടേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിൽ കൂടുതൽ എന്താ കാണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ വെക്കാണ്ടെങ്കിൽ ഒന്ന് വെച്ച് തരിക, എന്താണ് ഇതിൽ ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത്. ഇനി ക്ലീനിങ് മാത്രമാക്കണോ, അതപ്പോൾ തയ്യൽ മാത്രമാക്കണോ, അതല്ലെങ്കിൽ മക്കളെ കാര്യങ്ങൾ വ്ളോഗ് മാത്രമാക്കണോ, അങ്ങനെ എന്താണെങ്കിലും എന്നോട് പറയാം കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആ ചേച്ചിനോടില്ലേ
ഭയങ്കര സന്തോഷം കേട്ടോ. ആ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് മുന്നിൽ കയറണ്ടേന്ന് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആരെങ്കിലും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ മുന്നിൽ കയറാൻ ആഗ്രഹിക്കാത്ത പോലാണ്. ഓൾ മുന്നിൽ കയറരുത് എന്ന് ആഗ്രഹിക്കുള്ളൂ, അല്ലെങ്കിൽ ഓൾ നന്നാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാടുള്ളത്. അത് കുറച്ച് നാട്ടുകാരാണെങ്കിലും കുറച്ച് കുടുംബക്കാരാണെങ്കിലും ഒക്കെ. പിന്നെ ഒപ്പം നിൽക്കണത് നമ്മളൊപ്പം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുള്ളൂ എൻ്റെ ഒപ്പം നിൽക്കണത് കേട്ടോ. അല്ലാത്തവരൊക്കെ അവിടെ കിടക്കട്ടെ ഓളെന്ന് പറഞ്ഞ ആ ഒരു രീതിക്കാണ്. പക്ഷേ ഞാനങ്ങനെ കിടക്കാൻ പോണില്ല. ഇങ്ങനെ പിടിച്ച് നിൽക്കുമെങ്കിൽ കുറേ കാലം ഞാൻ അങ്ങനെ പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കഴിയുന്നിടത്തോളം ഞാനിങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ള കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അതാ ടോപ്പിക്കാട് നിർത്താം. നമുക്ക് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പറയാനുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കാട് നിർത്തിയിട്ട് നമുക്ക് കൂട്ടാനക്ക് വരാം കേട്ടോ. കൂട്ടാൻ ഞാൻ ഇതാക്കണ് ചേമ്പിൻ്റെ തള്ളുണ്ടല്ലോ അത് വെച്ചു. പിന്നെ കറുത്ത അപ്പോൾ കേടൊന്നിരുന്നു, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മളെ പൂളയാണ് ഇട്ടിരുന്നത്. പൂളയും ഇട്ടാണ് നല്ലപോലെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടോ. ചേമ്പിൻ്റെ തള്ളാന്ന് മനസ്സിലായി, അതിൻ്റെ അടിഭാഗമാണ് കേട്ടോ ചേമ്പിൻ്റെ തള്ള. നമ്മളിവിടെ ഈ മലപ്പുറത്ത് ഇങ്ങനെയാണ് പറയൽ. അപ്പോൾ അതും കൂട്ടിയിട്ട് നന്നായി ഉപ്പും അതേപോലെ ഇട്ടാണ് വേവിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് നമ്മൾ പൂളക്കൂട്ടം ഉണ്ടാക്കണ അറിയാം, കപ്പപ്പുഴുക്ക് ഉണ്ടാക്കണ പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇതാക്കണ നല്ലപോലെ ഒന്ന് വെന്ത് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഒന്നും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ നമ്മളെ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു കൂട്ടാനാകുള്ളൂ കേട്ടോ. നാടൻ കൂട്ടാൻ പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടിയാലും തിന്നും, അങ്ങനെയാണ്. ഇപ്പോൾ എവിടെ പോയാലും ഹോട്ടലിൽ കയറിയാലും ഇപ്പോൾ മന്തി എന്ന് പറയുമ്പോൾ മന്തി നമുക്ക് വിരയിലെത്തും, അല്ലെങ്കിൽ നമ്മൾ പോയി തിന്നുകയും ചെയ്യും. അതേപോലെ അല്ല ഈ ഒരു കൂട്ടാൻ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ വെച്ച് തിന്നുള്ളൂ. അത് നല്ലപോലെ ഉസാറോയിട്ട് പള്ളം നിറച്ചാൽ തിന്നുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. അതിപ്പോൾ ആരെങ്കിലും വെച്ച് തന്നാലുണ്ടല്ലോ അതിലേറെ സന്തോഷം നമുക്ക് പറയാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണുള്ളത്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് മീൻകറി ഞാനതാക്കണം അടുപ്പത്ത് വെച്ചിട്ട്. ഇത് പിന്നെ ഇന്നലത്തെ മീൻകറീൻ്റെ ആ ഒരു സൂതൻ്റെ ആ ഒരു കറിയത്തെ ആ മീൻ കഷ്ണങ്ങളൊക്കെ എടുത്താണ്ട് ഉപ്പും മഞ്ഞളും മുളകും ഇട്ടാണ്ട് നന്ന പോയിട്ട് കുഴച്ച് വെച്ചിട്ട് ഒന്ന് പൊരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഇങ്ങനെ പൊരിച്ച് വെക്കണ ആ ഒരു മീനിന് നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഉപ്പും പുളിയൊക്കെ നമ്മൾ കറിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കല്ലേ, ആ പുളിയൊക്കെ ഒഴിച്ചിട്ടില്ല ആ കറിയിൽ നിന്ന് എടുക്കല്ലേ, അപ്പം നല്ല രസമാട്ടോ. ഇങ്ങനെ പൊരിക്കി എടുക്കുമ്പോൾ നമ്മൾ തീരെ വയ്ക്കുക അറിയാത്തവരാണെങ്കിലും ഒന്ന് പൊരിച്ച് നോക്കിക്കോളൂ കേട്ടോ. കറിയിൽ നിന്നൊക്കെ കറി ഒഴിവാക്കുകയാണെങ്കിൽ പൂച്ചക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കറിയിൽ നിന്ന് ആ ഒരു മീൻ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊരിച്ചെടുത്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ വെറുതെ അങ്ങനെ പൊരിച്ചെടുക്കണതിനെക്കാട്ടും നല്ല ടേസ്റ്റ് കറി വെച്ച മീനിൻ്റെ അത് പൊരിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ അതങ്ങനെ പൊരിച്ചെടുക്കട്ടെ ചേച്ചി, വെറുതെ എന്തിനാ കളയണ, ഇത്ര പൈസ കൊടുത്താലോ, അപ്പോൾ വെറുതെ എന്തിനാ കളയണേ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പൊരിച്ചെടുത്തത്. അത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഈ കുറച്ച് കൊള്ളിയിരുന്നു കേട്ടോ. ഏതായാലും മതി, അതൊക്കെ തന്നെ മതിയല്ലോ. പിന്നെ നമ്മളെ അയിലച്ചാറ് ഇതാക്കണ് റെഡി ആകുന്നുണ്ട്, അടിപൊളിയായിട്ട് വലിയ അയിലച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടക്ക് തലക്ക് ഇങ്ങനെ വിഗിടൊക്കെ ചെയ്യുന്നുണ്ട്, സ്പീഡിലാണ് പറയുന്നത്. ഞാനൊരു പണി എടുത്തുകൊണ്ട് നിൽക്കുക, അതിൻ്റെ ഇടയിൽ വണ്ടി കൂടി വന്നതാണ് വോയിസ് ഓവർ കൊടുക്കാനായിട്ട്. അപ്പോൾ തിരക്കിട്ട പണിയിലാണ്, 1-ാം തീയതിയാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിട്ട പണിയിലാണ് ഞാൻ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വണ്ടി വന്നതാട്ടോ. അപ്പോൾ മീൻകറി ഇതാണ് ഒരു തലക്കലാണുണ്ട്. നമ്മളെ പുളക്കൂട്ടാനുണ്ടല്ലോ, ഈ ചേമ്പന്തളയും പൂളയൊക്കെ കൂട്ടി വെച്ചൊരു പുളക്കൂട്ടാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെന്തു നല്ലപോലെ ഉടച്ച് എടുത്ത് ഞാൻ പിന്നെ കടുകും കറിവേപ്പിൻ്റെ അല്ല പിന്നെ നമ്മളെ പച്ചമുളക് എടുത്തു, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തൂമിച്ചെടുത്തു കേട്ടോ. അപ്പോൾ തൂമിക്കണ മണം ഇങ്ങനെ മൂക്കിലോട്ട് തട്ടുമ്പോൾ തന്നെ നമുക്ക് അപ്പം കോരിയെടുത്ത് തിന്നാൻ തോന്നും. അത്ര നല്ല ടേസ്റ്റാണ് ഈ ഒരു നാടൻ കൂട്ടാനുകളൊക്കെ അല്ലേ. അങ്ങനെ ഇന്നത്തെ പരിപാടി അറിയണത് ചോറിൻ്റെ കുറച്ച് ഡിലേ വരുന്നുണ്ട് കേട്ടോ. ചോറ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. രാത്രിക്കും കണ്ട് വന്നായിട്ടാണ് വെക്കുക. ഇത് ചിലപ്പം മക്കൾ ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കും. മീൻകറിയും പൂള കൂട്ടാനുള്ളതല്ല, അതങ്ങനെ തിന്നുകൊണ്ട് നിൽക്കും. മക്കൾ മാത്രമല്ല ഞാനും മൂപ്പരൊക്കെ തിന്നുകൊണ്ട് നിൽക്കും. അതുകൊണ്ട് ചോറ് കുറച്ച് ഡിലേ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവരിതാക്കുന്നത് രാവിലെ തന്നെ കഞ്ഞിയായിട്ട് കുടിക്കുന്നത്. പയങ്കഞ്ഞി ഉണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ ഒരു പയങ്കഞ്ഞി കുടിക്കുക, തൈരൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കാന്താരി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടുള്ള പയങ്കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മൂപ്പര് വന്നിട്ടുണ്ട്, പണിക്ക് പോയിട്ട് വന്നതാണ് കേട്ടോ. ഒരു 10-11 ആകുമ്പോഴത്തേക്കും തിരിച്ചു വരുന്ന പണിയാണ് നമുക്കുള്ളത്. അപ്പോൾ എന്താ പണിയെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞു തരണ്ടേ പണി എന്താണെന്നുള്ളത്. അപ്പോൾ മൂപ്പരോട് ചോദിക്കുക, പറയാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞിട്ട് വന്നതാട്ടോ. ഒരു 10-11 ആയപ്പോഴാണ് പണിയൊക്കെ കയറി വന്നത്. വന്ന പാടെ ഞാനിതാക്കണേ നമ്മളെ പുളക്കൂട്ടാനും നല്ല മത്തിച്ചാറും കൂട്ടി കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഏതായാലും മൂപ്പർക്ക് വിളമ്പിയല്ലേ, കൂടുതൽ ഞാനും കൂടിയാണ് വിളമ്പിട്ടോ. അതൊക്കെ ഇങ്ങനെ ആക്കി വെച്ച് ഇങ്ങനെ വരുന്നപ്പോൾ തന്നെ ഇതെടുത്ത് തിന്നായിട്ടൊരു സഞ്ചാരം ഉണ്ട് കേട്ടോ, ഒരു ഇടങ്ങേറുണ്ട് ഇത് മനസ്സിക്ക് ഇങ്ങനെ. അതുകൊണ്ട് ഞാനും തന്നെ ഒരു പ്ലേറ്റിൽ വിളമ്പി കൊണ്ടുവന്ന് ഞാൻ തിന്നായിരിക്കട്ടോ. മൂപ്പര് തിന്ന് ആ പള്ളൊക്കെ കണ്ടില്ല, നല്ല കുട്ടപ്പായി അയക്കണ്. വെള്ളമൊക്കെ നല്ല ഉസാറായിട്ട് ആ കൊടുത്ത് മുഴുവൻ തിന്നും ചെയ്തു. പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. മീനും ചായയും ഒക്കെ പാടെ കൂട്ടുമ്പോൾ ചിലപ്പം ഇങ്ങോട്ട് ഛർദ്ദിക്കാൻ വരും ചോദിച്ചിട്ട് ഞാൻ ആ ചായ ഒന്നും കുടിച്ചില്ല. അപ്പം നല്ല ഉസാറായിരുന്നു കേട്ടോ.
നല്ല പൂളക്കൂട്ടാനും നമ്മളെ മത്തിച്ചാറൊന്നും കേൾക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടൊന്നും പറയില്ല അമ്മാതിരിയാണ്. പിന്നെ കുറേ സ്ഥലത്ത് ഇതാ ഇങ്ങനെ പുഴുക്ക് പോലെയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിവിടെ പുഴുക്ക് പോലെ എല്ലാം ഉണ്ടാക്കും, കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ പൂള ഇതാക്കണത് നല്ലപോലെ വെള്ളം ഊറ്റി കളയണം, അതിന് കട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടില്ല. ഇനി ഏതായാലും അടുത്ത വട്ടം വാങ്ങുമ്പോൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാൻ ഞാൻ നോക്കാം. അപ്പം പിന്നെ ഇല്ല പണി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ പണി. കുറച്ച് അടിക്കാനുണ്ട്, ഇന്നൊരു ബ്ലൗസ് അടിക്കാനുണ്ട്. അപ്പോൾ അത് അടിക്കണം, അത് വെട്ടണം, അത് അടിക്കണം, അങ്ങനത്തെ പരിപാടിയാണ് ഉള്ളത്. പിന്നെ തലക്ക് തീരെ അങ്ങോട്ട് ചുക്കില്ലാത്തത് കാരണം കുറച്ച് നേരം നിന്നിട്ടാണ് അടിക്കണത്. പിന്നെ ആ ഒരു പോണ പോക്കിലാണ് ഇത് കണ്ടത് കേട്ടോ. ഇത് ഞങ്ങൾ കന്യാകുമാരി പോയപ്പോൾ എടുത്തതാണ്. അപ്പം മക്കൾ രണ്ടാളേ ഉള്ളൂ കേട്ടോ. രണ്ടാളും ഒരേ ഒരു പ്രായവും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം നല്ല രസമുണ്ട് ഓരോ അങ്ങനെ കാണാനായിട്ട്. പിന്നെ ഇന്നൊക്കെ കണ്ടാൽ തന്നെ കരച്ചിൽ വരും കേട്ടോ. അമ്മാതിരി ഫോട്ടോ ആണ്. പഴയ ഫോട്ടോ കാണുമ്പോൾ അങ്ങനെയല്ലേ, കുറേ ആൾക്കാരെ കാണുമ്പോൾ കരച്ചിൽ വരില്ലേ, എന്തൊരു ചെലതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ ഒരു നല്ല കാര്യമായിരുന്നു കേട്ടോ. ആ ഒരു ഇപ്പോഴും നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ രസമല്ലേ. അപ്പം അങ്ങനെയാണ്. എൻ്റെ ഉള്ളിൽ മക്കളും ഇത് തിന്നൽ തുടങ്ങിയിട്ടുണ്ടോ, അല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് മക്കളും തിന്നൽ തുടങ്ങിയിരിക്കണ്. പിന്നെ ഒരു പറയാനുള്ളത്, ഇത് പറയാൻ മറന്നു പോയത് എന്നിട്ട് ഒരു ടിപ്പാണ് കേട്ടത്. ഇങ്ങനത്തെ ചിലപ്പോൾ അറിയുക ഈ കുറുക്കുമണികളൊക്കെ അറിയാത്ത വീട്ടമ്മമാരുണ്ടാവില്ലേ കാരണം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു കുക്കറും അതേപോലത്തെ പാത്രങ്ങളൊക്കെ അടി കരിഞ്ഞാലുണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ബിരിയാണി ഒന്ന് ചൂടാക്കിയത് കരിഞ്ഞത്. അപ്പം ഇത് എങ്ങനെ ഈ വരച്ച് കഴുകിയിട്ട് പോണ തന്നെയല്ല, ഇട്ടും പോണില്ല. കുറേ അങ്ങനെ വെച്ചു, കുറേ വെള്ളത്തിലിട്ട് നോക്കി, കുറേ അങ്ങനെ വെച്ച് നോക്കിയിട്ടും പോണില്ല കേട്ടോ. കുറേ കമ്പിച്ചേക്കിയിട്ട് വരച്ച് നോക്കിയാൽ ഒന്നും പോണില്ല. അപ്പോൾ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ തന്നെയാണ് കാട്ടി വെക്കുക കേട്ടോ. അത് ഞാൻ ആ ഒരു കഴുകാനുള്ളത് വെള്ളമൊക്കെ ഒന്ന് വാലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസുമ്മലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ പറയണത് കടിച്ച പാമ്പിനെ കൊണ്ട് ഇറക്കിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഗ്യാസും വെച്ച് ഈ ഒരു പാത്രം നല്ല പോലെയാണ് ചൂടാക്കിയാൽ ഉസാറാക്കി ഒന്ന് ചൂടാക്കിയപ്പോൾ ബല് ഇതാക്കണം മെല്ലെ അവിടെ നിന്നൊക്കെ വിട്ട് വരും. ഈ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കമ്പിച്ചകിരിട്ട് കഴുകാൻ നല്ല സുഖിക്കാനും കുറച്ച് ചൂടറിയിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ കാരണം ഇത് അനുഭവം ഗുരു അറിയുന്നിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം കൈയിട്ട് നല്ല ഒരയുന്നു. അപ്പോൾ പൊള്ളിയപ്പോഴാണ് ഓർമ്മ വന്നത് ഒന്ന് ചൂടറിയിട്ടെന്ന് തേച്ചരച്ച് കേൾക്കിയാൽ മതിയെന്നു എന്നുള്ളത്. അപ്പം എന്നെ സ്നേഹിക്കണതാക്കണം കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞിട്ടില്ല, ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ. കാരണം നമുക്ക് ഏതായാലും തെറ്റ് പറ്റി, നിങ്ങളിത് തെറ്റിൽ പറ്റണ്ടല്ലോ വെച്ചിട്ടാണ് അങ്ങനെതായി ചൂടാക്കി അറിയുന്ന കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ആ കമ്പിച്ചകിരൊക്കെ ഇട്ട് കിഴുകി നല്ല ഉഷാർ അങ്ങോട്ട് ആക്കിയിരിക്കണം കേട്ടോ. ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നാളെ വരാം. ബൈ സീ യു.